പണികൾ പൂർത്തിയാകാതെ കലൂർ സ്റ്റേഡിയം സ്പോൺസർ തിരിച്ചേൽപ്പിച്ചു. ബാക്കിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ചിലത് പൂർത്തിയാക്കാൻ സ്പോൺസർക്ക് വീണ്ടും സമയം നൽകും. ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ GCDA തന്നെ നടത്തും. സ്റ്റേഡിയത്തിന്റെ നിലവിലെ സാഹചര്യം GCDA എഞ്ചിനീയറിംഗ് വിഭാഗം വിശദമായി പരിശോധന നടത്തും. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകാനായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. നിതിൻ, ഈ അർജന്റീന ടീമിന്റെ സന്ദർശനം അതിന് മുന്നോടിയായാണ് ഇത്തരത്തിലൊരു നിർമ്മാണ പ്രവൃത്തിയിലേക്കൊക്കെ കടക്കുന്നത്. പക്ഷേ ഈ നവംബർ 30-നകം നിർമ്മാണം പൂർത്തിയാക്കണം എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളിൽ നിന്നും മറ്റും നമുക്ക് മനസ്സിലാകുന്നത് പല കാര്യങ്ങളും ഇപ്പോഴും പാതിവഴിയിൽ തന്നെ നിൽക്കുകയാണ്. അകത്തായാലും പുറത്തായാലും നിർമ്മാണം പാതിവഴിയിൽ തന്നെ നിൽക്കുന്ന അവസ്ഥയാണ്. എന്താണ് ഇവിടെ നടക്കുന്നത്? ഇനി എപ്പോഴിത് പൂർത്തിയാക്കുമെന്നാണ്? അമൃത, സെപ്റ്റംബർ 26 മുതൽ നവംബർ 30 വരെയായിരുന്നു ഈ ഒരു ത്രികക്ഷി കരാർ ഈ സ്പോൺസറും സ്പോർട്സ് കേരള ഫൗണ്ടേഷനും GCDAയും തമ്മിലുണ്ടായിരുന്നത്. സെപ്റ്റംബർ 30-നകം ഈ 70 കോടിയുടെ പണി പൂർത്തിയാക്കി സ്റ്റേഡിയം തിരികെ കൈമാറണമെന്നായിരുന്നു ഈ കരാറിലുണ്ടായിരുന്നത്. പക്ഷേ സ്റ്റേഡിയത്തിൻ്റെ നാളെയാണ് നവംബർ 30-ാം തീയതി നാളെയാണ് ഈ കരാർ ത്രികക്ഷി കരാർ അവസാനിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടിരുന്നത് ഇന്ന് സ്റ്റേഡിയം തിരികെ കൈമാറുമെന്നും വീണ്ടും പണികൾ പൂർത്തിയാക്കാൻ ഈ സ്റ്റേഡിയം തിരികെ സ്പോൺസർ ചോദിക്കുമെന്നുമുള്ള വാർത്ത നമ്മൾ രാവിലെ തന്നെ പുറത്തുവിട്ടിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഈ സ്റ്റേഡിയം കൈമാറി GCDAയ്ക്ക് തിരികെ കൈമാറി എന്ന വാർത്ത വരുന്നത്. ഇപ്പോൾ ഈ ഒരുപാട് പണികൾ ഇവിടെ രാവിലെ തന്നെ നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കണ്ടതാണ്. നിരവധി പണികൾ അകത്തും പുറത്തുമായി നിരവധി പണികൾ ഇനിയും ബാക്കിയുണ്ട്. അതായത് സ്പോൺസർ നേരത്തെ പറഞ്ഞിരുന്നത് നവംബർ 30-നകം മുഴുവൻ പണികളും ചെയ്ത് കാണിക്കുമെന്നായിരുന്നു. പക്ഷേ പുറത്തു നിന്ന് നോക്കിയാൽ പോലും നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും ഒരു തരത്തിലുള്ള പണികൾ, അതായത് ഈ പുറത്തെ എൻട്രൻസ് ഭാഗത്തെ പണികൾ അത് ഒന്നുമായിട്ടില്ല. അവിടെ പാർക്കിങ്ങിൻ്റെ പണികൾ ഒന്നുമായിട്ടില്ല. ചുറ്റുമതിൽ 30% മാത്രമാണ് കെട്ടിയിട്ടുള്ളത്. അങ്ങനെ പുറത്ത് തന്നെ വലിയ തോതിൽ പണികൾ ഒരുപാട് ബാക്കിയുണ്ട്. അവിടെ കാനയുടെ പണി ബാക്കി നടത്താനുണ്ട്. സ്റ്റേഡിയത്തിനകത്തും നിരവധി പണികൾ ഇനിയും ബാക്കിയുണ്ട്. സ്റ്റേഡിയത്തിൻ്റെ പുറത്തെ പെയിൻറ്റിങ് പണികളൊന്നുമായിട്ടില്ല. അകവും പുറവും പെയിൻറ്റ് മാറ്റുന്നു എന്നായിരുന്നു തുടക്കത്തിൽ പറഞ്ഞിരുന്നത്. പക്ഷേ പുറത്തെ പെയിൻറ്റിങ് പണികൾ ഇതുവരെ ആരംഭിച്ചിട്ട് കൂടിയില്ല. സീറ്റുകൾ മുഴുവനും മാറ്റാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. സ്റ്റേഡിയത്തിൻ്റെ റൂഫുകളുടെ പണി പൂർത്തിയായിട്ടില്ല. ഫ്ലഡ് ലൈറ്റിൻ്റെ പണി പൂർത്തിയായിട്ടില്ല. താരങ്ങൾ സ്റ്റേഡിയത്തിലേക്ക് കടന്നു വരുന്ന ടണലിൻ്റെ പണി അത് പാതി വഴിയിൽ എത്തിയിട്ടുള്ളൂ. അങ്ങനെ നിരവധി പണികൾ ഇപ്പോഴും ബാക്കിയാണ്. അപ്പോൾ സ്റ്റേഡിയം നിലവിൽ കൈമാറിയിട്ടുണ്ട്. ഇത് വീണ്ടും സ്പോൺസർ ഈ സ്റ്റേഡിയത്തിൻ്റെ പണിയുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു കരാർ കൂടി ഒപ്പിട്ട് വീണ്ടും സ്റ്റേഡിയത്തിന് തിരികെ വാങ്ങാനാണ് നിലവിൽ ആലോചിക്കുന്നത്. പക്ഷേ GCDAയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ചില പണികൾ GCDA തന്നെ ഏറ്റെടുത്ത് നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ടാറിങ്ങിൻ്റെ പണിയും ബ്യൂട്ടിഫിക്കേഷൻ്റെ പണികളും അടക്കമുള്ളവ സ്പോൺസർക്ക് വിട്ടു നൽകി മറ്റുള്ള ചില പണികൾ അത് GCDA തന്നെ ഏറ്റെടുത്ത് നടപ്പാക്കുമെന്നാണ് GCDAയിൽ നമുക്ക് ലഭിക്കുന്നത്. നിതിൻ, നിലവിലിപ്പോൾ എന്താണ് സ്റ്റേഡിയത്തിന്റെ അവസ്ഥ എന്നുള്ള കാര്യം GCDA പരിശോധിച്ചിട്ടുണ്ടോ? ഇനിയിപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ബാക്കിയുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ, ഇനിയുള്ള പ്രവൃത്തികളെല്ലാം തന്നെ GCDA അങ്ങ് ചെയ്തോളാമെന്നാണോ പറയുന്നത്? സ്റ്റേഡിയത്തിൻ്റെ നിലവിലെ അവസ്ഥ അല്ലെങ്കിൽ എത്രത്തോളം പണി പൂർത്തിയായി, ഇനി എന്തൊക്കെ പണിയാണ് പൂർത്തിയാകാനുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കാൻ GCDAയുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവർ തിങ്കളാഴ്ച രാവിലെ തന്നെ ഈ സ്ഥലം പരിശോധിച്ച് കൃത്യമായി ഒരു റിപ്പോർട്ട് GCDAയ്ക്ക് നൽകും. അതിനുശേഷം GCDA ചെയർമാൻ പറഞ്ഞതനുസരിച്ച് തിങ്കളാഴ്ച വൈകിട്ട് ഒരു വിശദമായ വാർത്താക്കുറിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഇറക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മുഴുവൻ പണികളും GCDA ഏറ്റെടുത്ത് നടത്തുമെന്നല്ല, ചില പണികൾ GCDA ഏറ്റെടുത്ത് നടത്തും. മറ്റു ചിലത് സ്പോൺസർ തന്നെ വീണ്ടും ഒരു കരാർ ഒപ്പിട്ട് വാങ്ങി വീണ്ടും സ്പോൺസർ തന്നെ നടത്തും. നിരവധിയായ പണികൾ ബാക്കി നടത്താനുണ്ട്. 70 കോടിയുടെ പണി നടത്തുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അവിടെ പോയി കണ്ടാൽ നമുക്ക് മനസ്സിലാകും എത്രത്തോളം പണികൾ അവിടെ ഉണ്ടെന്ന്. രാവിലെ തന്നെ അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ നൽകിയിരുന്നു. എന്തൊക്കെ തരത്തിലുള്ള പണികൾ, അത് സ്റ്റേഡിയത്തിനകത്തെ ദൃശ്യങ്ങൾ നൽകാൻ മറ്റ് മാധ്യമങ്ങൾക്ക് അനുവാദമില്ല. പക്ഷേ പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് പുറത്തെ പണികൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു തരത്തിലും ഒരു പണികളും പൂർത്തിയായിട്ടില്ല. നിരവധി പണികൾ ഇപ്പോഴും അവിടെ പണി നടക്കുന്നുണ്ട്. ചില പണികൾ ഉപേക്ഷിച്ച മട്ടാണ്, ചില പണികൾ മന്ദഗതിയിലാണ്, ചിലത് തീർത്ത് നിർത്തിവെച്ചത്, അതായത് ഈ ചുറ്റുമതിലൊക്കെ പണി പൂർണ്ണമായും നിർത്തിവെച്ച സാഹചര്യമൊക്കെയാണുള്ളത്. അപ്പോൾ ചില പണികൾ സ്പോൺസർ തന്നെ നടത്തും, ചിലത് GCDA ഏറ്റെടുത്ത് നടത്തുമെന്നാണ്. തുടക്കത്തിൽ മുഴുവൻ പണികളും സ്പോൺസർ നടത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നെങ്കിലും ഇപ്പോൾ GCDAയുടെ തീരുമാനം ചില പണികൾ GCDA തന്നെ നടത്തിക്കൊള്ളാമെന്നാണ്. ഏതായാലും ഒരു എഞ്ചിനീയറിംഗ് വിഭാഗം തിങ്കളാഴ്ച രാവിലെ തന്നെ ഇവിടെ എത്തി പരിശോധന നടത്തും. അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്താക്കുറിപ്പ് GCDAയുടെ ഭാഗത്തു നിന്ന് വരിക. അമൃത, ഇതിപ്പോൾ നാളെ നവംബർ 30-നുള്ളിൽ ഈ പ്രവർത്തനം പൂർത്തിയാക്കുമെന്നാണല്ലോ ഈ സ്പോൺസർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിതിൻ, അപ്പോൾ ഒരു വിശദീകരണം കൂടി, എന്തുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയായില്ല എന്നുള്ളൊരു കാര്യത്തിൽ ഒരു വിശദീകരണം കൂടി സ്പോൺസർ നൽകേണ്ടതില്ലേ? തീർച്ചയായും സ്പോൺസർ തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നത് അർജന്റീന വരുന്നതുമായി ബന്ധപ്പെട്ട് സ്റ്റേഡിയത്തിൻ്റെ പണി നവംബർ 30-നകം പൂർത്തിയാക്കുമെന്നായിരുന്നു സ്പോൺസർ തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നത്. ഇതിൽ പല ഘട്ടത്തിലും മറ്റു മാധ്യമങ്ങളെയൊക്കെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അർജന്റീന വരില്ല എന്ന് ശരി, നിതിൻ തുടരൂ. ഇപ്പോൾ